എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലേ, എന്ത് ഫുഡ് കൊടുക്കണം, എന്ത് കൊടുത്താൽ ശരിയാവുന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് 6 മുതൽ 8 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സുനൈന, ലെറ്റ്സ് സ്റ്റാർട്ട്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തുടങ്ങുക, കുറച്ച് പോർഷൻസ് ആയിട്ട് അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടർ ഫുഡ് എന്ന് പറയുമ്പോൾ റാഗി പോറഡ്ജ് ആണ്. അതായത് കൂരവെന്നും മുത്താറി എന്നൊക്കെ നമ്മുടെ നാടുകളിൽ പറയുന്നതാണ്. അതിൻ്റെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് വളരെ നേർങ്ങനെ, അതായത് വളരെ തിന്നായിട്ടുള്ള രീതിയിൽ വേണം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. വളരെ കട്ടിയിലൊന്നും കൊടുക്കരുത്. അത് മെല്ലെ മെല്ലെ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ടൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമ്മുടെ കുഞ്ഞിൻ്റെ നാവിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് അതിലേക്ക് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക കോമൺ ടേസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഫോമുല മിൽക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോമുല മിൽക്ക് ആയാലും മതി, അത് കുറച്ച് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ റാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റിച്ച് ഇൻ കാൽഷ്യമാണ്. ബോൺസിന് പറ്റിയ ഒരു എന്താ പറയുക പോറഡ്ജാണ്, അല്ലെങ്കിൽ ഒരു വിഭവമാണ് റാഗി എന്ന് പറയുന്നത്. കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്കൊക്കെ ഹൈലി റെക്കമെൻഡഡ് ആണ് ഈ റാഗി പോറഡ്ജ്. അപ്പോൾ അത്രയും ബെസ്റ്റ് ഫുഡാണ്. രണ്ടാമത്തെ ഒരു കാര്യം പഴമാണ്. പഴം റിച്ച് ഇൻ പൊട്ടാഷ്യം ആൻഡ് ഫൈബറാണ്. അത്രയും നമ്മുടെ സ്റ്റൊമക്കിൽ ഇത്രയും നന്നായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന വേറൊരു ഫുഡില്ല. അപ്പോൾ ഈ പഴവും കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പീസ് നേന്ത്രപ്പഴമാണെങ്കിൽ പുഴുങ്ങിയിട്ട് അടിച്ചിട്ട് അത് ഫോമുല മിൽക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് ഫോക്ക് കൊണ്ട് മിക്സ് ചെയ്ത് മാഷ് ചെയ്തിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. വളരെ നല്ലൊരു ഫുഡാണ്. ബനാനയും ക്യാരറ്റ് വളരെ നല്ലൊരു ഫുഡാണ്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആണ്. അതുപോലെ തന്നെ പൊട്ടറ്റോ, അവോക്കാഡോസ്, പീസ്, കഞ്ഞി ഇതൊക്കെ തന്നെയും അടിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ ഫുഡായിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യം തന്നെയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കൗ മിൽക്ക്, പശുവും പാല് 1 വയസ്സിന് മുന്നേ കൊടുക്കാതിരിക്കുക. കാരണം പശുവും പാലിൽ ഒരുപാട് ആൻറ്റിജൻസ് ഉള്ളത് കൊണ്ട് അലർജിക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പശുവും പാൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും അതിലില്ല. അത് ഭയങ്കര റിച്ച് ഇൻ പ്രോട്ടീൻ ഒക്കെയാണ്. അപ്പോൾ ദഹിക്കാനും ഒക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പശുവും പാല് നിങ്ങൾ കൊടുക്കരുത്. അതിന് പകരം നിങ്ങൾ അവർക്ക് സാധാരണ കൊടുക്കുന്ന ഫോമുല മിൽക്ക്, ഞാൻ പറഞ്ഞ പോലെ ഫോമുല മിൽക്കൊക്കെ ആഡ് ചെയ്ത് ആ ടേസ്റ്റ് ഒന്ന് കോമൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ഫുഡിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചോക്ക് ചെയ്യുന്ന നമ്മുടെ കൊടുത്തു കഴിഞ്ഞാൽ തരിപ്പ് പോകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കരുത്. അതും ഒന്ന് ശ്രദ്ധിക്കുക. വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് നല്ല നേർങ്ങനെ ആക്കിയിട്ട് അധികം ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ ഒരു മീഡിയം തിക്നെസ് വെച്ചിട്ട് കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.